ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നമ്മളെ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മള് വീട്ടുപകരണങ്ങൾ ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു സൈറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പ്രമോഷൻ വീഡിയോ ഒന്നല്ല, എൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാ. അപ്പൊ നോക്കുമ്പോ നമ്മൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് കേട്ടോ കിട്ടുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് സംബന്ധിച്ച് അതിലും വിലക്കുറവിൽ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നും എങ്ങനെയാ ഇത് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ, ഏത് സൈറ്റിൽ നിന്നാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിയത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നർ ആണ് കേട്ടോ. നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മളെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കണ്ടെയ്നർ ആണ്. അപ്പോ പിന്നെ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ നമ്മള് എന്തെങ്കിലും കിച്ചണിലെ സാധനം ബാക്കി വന്നാലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു കണ്ടെയ്നർ ആണ് കേട്ടോ. അപ്പൊ ഇത് നല്ല ഉപകാരമാണ്. പിന്നെ ഇതിന്റെ അടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രെയിനേജ് പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും കറി വെക്കാനോ ഉള്ളിയോ തക്കാളിയോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മുറിയെങ്കിലും ബാക്കി ഉണ്ടാവും. അപ്പൊ ഇതിൽ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജ് വൃത്തികേടാവൂല. അതുകൊണ്ട് ഇത് നല്ലൊരു ഉപകാരമുള്ളതാണ്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ കിച്ചൺ കബോർഡ് ബോക്സ് ആണ് കേട്ടോ. ഇത് 4 ലെയർ ആയിട്ടാണ് ഇതുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് 4 ലെയർ ആയിട്ടുള്ളത് കൊണ്ട് പരിപ്പ്, ചെറുപയറ്, കടല, ഉഴുന്നുപരിപ്പ് അങ്ങനെ 4 സെക്ഷൻ ആയിട്ട് ഇതുണ്ട്. അപ്പൊ ഇത് ഒരു ബോട്ടിൽ തന്നെ 4 ഐറ്റംസ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് ഈ ഓരോ ടോപ്പും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ഐ കെയർ ആണ്. നമ്മളെ കണ്ണിനൊക്കെ നല്ല കൂളിംഗ് കിട്ടുന്ന ഒരു ഐ കെയർ ആണ് കേട്ടോ. ഇത് കറ്റാർവാഴ ജെല്ലിനെ കൊണ്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ നൈറ്റില് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് കെട്ടിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല കൂളിംഗ് ആണ്. അത് മാത്രമല്ല നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള ആ പിന്നെ ബ്ലാക്ക് ഇതെല്ലാം ഉണ്ടാവൂലേ, അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ഫിഷ് ക്ലീനർ ആണ് കേട്ടോ. നമ്മളെ ഫിഷിന്റെ സ്കിന്നിന്റെ മുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവൂലേ, അത് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പം ഇത് നമ്മളെ ഇതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മളെ കിച്ചൺ സിങ്കൊന്നും വൃത്തികേടാവില്ല. അപ്പൊ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് റൈസ് ബൗളാണ് കേട്ടോ. നമ്മള് ചോറ് വെക്കുമ്പോൾ അരിയൊക്കെ നമ്മൾ കഴുകൂലേ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അരി മാത്രമല്ല, പച്ചക്കറി എന്തുവാണെങ്കിലും ഇതിൽ കഴുകി കഴിഞ്ഞാൽ ആ വെള്ളം മാത്രമേ പോവുള്ളൂ, ഇതിലുള്ള സാധനം പോവില്ല. ചെറിയ ചെറിയ ഹോൾസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആയി കിട്ടും. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2-in-1 ബാത്തിങ് ബ്രഷ് ആണ് കേട്ടോ. ഇത് ലോങ് ഹാൻഡിലും ഉണ്ട്. അപ്പോ കുഴപ്പമില്ല. നമുക്ക് ഈ കുളിക്കുമ്പോ ഒക്കെ പുറം തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇത് നല്ല ഉപകാരമാണ്. പിന്നെ നമ്മൾ കാല് കഴുകണമെന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡോട് കഴുകാവുന്നു. അങ്ങനെ ഇതൊന്ന് വാങ്ങിയിട്ട് അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സോപ്പ് സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇത് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാളിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൊളുത്തി വെക്കാം. അതിതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ചെയ്തോളൂ വാങ്ങുന്നുണ്ടെങ്കിൽ. ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന്റെ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് പിന്നെ വാളിൽ ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് കൊളുത്തി കൊടുത്താൽ മതി. നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റാൻഡ്
നമുക്കതിൽ കൊളത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഇതിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല, അത് ഇളകി പോവോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇത് രണ്ട് ഭാഗമാണ്. അപ്പൊ നമുക്ക് സോപ്പ് വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തായാലും അതിൽ വെള്ളം നിൽക്കും. ആ മേളിലൊക്കെ ബ്ലാക്ക് എടുത്തു മാറ്റിയിട്ട് നമ്മൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാൻ എല്ലാം ഈസിയാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങി. അടുത്തത് വാങ്ങിയത് നമ്മളെ വിൻഡോ ക്ലീനിങ് ബ്രഷ് ആണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഉപകാരമാണ്. ഇതെന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടതായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയതാണ്. ഞാൻ ഇവിടെ കിച്ചണിൽ വിൻഡോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടഭാഗത്തൊന്നും ആ സൈഡ് എന്തായാലും നമുക്ക് മാച്ചിലിട്ടിട്ടോ എങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊരു ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയട്ടോ. അത് മാത്രല്ല നമുക്ക് ഈ ജനാലകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഉപകാരമാണ്. പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഇതും വാങ്ങിയത്. ഇതിനൊക്കെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും അങ്ങനെ ഒന്ന് വാങ്ങി. അടുത്തത് വാങ്ങിയത് ഹോട്ട് ബാഗ് ആണ് കേട്ടോ. ഇതും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതും ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ മോക്ക് മെയിനായിട്ട് വേണ്ടത്. മെൻസസ് ആയി കഴിഞ്ഞാൽ നല്ല വയറുവേദനയാണ് അവൾക്ക്. അപ്പൊ ഇത് എന്തായാലും അവൾക്ക് വേണം. അതുകൊണ്ട് ഇത് കുറെ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇതിലെ റേറ്റ് കുറവ് കണ്ടതുകൊണ്ട് വാങ്ങി. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കി, നല്ല പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഉള്ളോട്ട് നമ്മൾ ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ ചൂട് കൊള്ളിക്കാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതും ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു ബാത്റൂമിലേക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഷാമ്പൂ പേസ്റ്റ് ഇതൊക്കെ പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റ് ആണ്. ഇതും വാളില് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതും ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഈ ബാസ്ക്കറ്റിൽ ഈ സ്റ്റിക്കർ കൊളുത്തി കൊടുക്കുക. രണ്ട് ഭാഗത്തും കൊളുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വാളിൽ ഒട്ടിക്കുമ്പോൾ എവിടെ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ ഇത് എവിടെയാണ് മാർക്ക് ചെയ്തിട്ടെല്ലാം പിന്നെ ചെയ്യേണ്ടി വരും. അതിനും ഭേദം ഇത് ഈ ബാസ്ക്കറ്റിൽ രണ്ടും കൊളുത്തി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോവോ ലെവൽ തെറ്റിപ്പോവോ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ടാപ്പെല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പ വഴിയാണ്. ഇത് അതിൽ കൊളുത്തി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണ് വേണ്ടത് അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബാസ്ക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ലോണം അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരേപോലെ നല്ലോണം ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ഇളകൂല. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ നല്ല വെയിറ്റ് ഉള്ള സാധനം ഒന്നും വെക്കരുത്. നല്ല വെയിറ്റ് ഉള്ള സാധനം വെക്കരുത്. ഞാൻ ഇതിൽ ഹാർപ്പിക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് എടുത്തു മാറ്റിയതാണ്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനില്ല. ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ പിന്നീട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാം, അത് കുഴപ്പമില്ല. അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു സ്റ്റിക്ക് ഹൂക്കാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ ചാവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊളുത്തി വെക്കാനുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റിയ നല്ലൊരു ഹൂക്കാണ്. അതുകൊണ്ട് ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട്. അടുത്തത് വാങ്ങിയത് ഒരു ഐസ് റോളറാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും കറ്റാർവായ ജെല്ലോ എന്തെങ്കിലും ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ഒരു ഭാഗം ഈ ഹോളിന്റെ ഉള്ളിൽ കൂടിയാണ് ഒഴിക്കേണ്ടത്. നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് അത് ഐസ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം അങ്ങനെ ഐസ് ഉണ്ടാവും. നമുക്ക് സ്കിന്നിൽ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മൾ കേക്ക് മേക്കിംഗ് ചെയ്യുമ്പോൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കൂലേ ടൂൾസ്, അതിനുള്ള ടൂൾസ് ആണ് കേട്ടോ ഇത്.
പിന്നെ ഇതൊക്കെ ഉള്ളതെല്ലാം ചെറിയ സാധനമാണ്. നമുക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇതിന്റെ ബ്രഷും സ്പാച്ചിലയും ചെറുതായിപ്പോയി. അപ്പൊ അത് കുറച്ച് വലുതാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ കോംബോ ഓഫറിൽ ചെറിയ 55 രൂപക്ക് കിട്ടിയതാണിത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് തുടക്കക്കാർക്കൊക്കെ നല്ലതാണ്. പിന്നെ കേക്കെല്ലാം ഉണ്ടാക്കി നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുത് വാങ്ങാലോ. അതുകൊണ്ട് ഈ ഒന്ന് വാങ്ങി. പിന്നെ ഇതിലെന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ നമ്മളിത് ഐസിങ് ചെയ്യുന്ന സമയത്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ മുട്ട നമ്മള് മഞ്ഞക്കരു വേറെ വെള്ള വേറെ ആക്കൂലേ, അതിന് ഉപയോഗിക്കുന്നതാണ് ഇത്. അപ്പൊ ഈ ഒന്നുണ്ട്. പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഇത് കേക്കൊക്കെ ലെവല് നമുക്ക് ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന സാധനം തോന്നുന്നു. അത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഒരു സ്പാച്ചില ഉണ്ട് ചെറുത്. പിന്നെ ഒരു ഇതുണ്ട്, ബ്രഷും ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് കോംബോ ഓഫറായിട്ട്. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മളെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടാവൂലേ, അപ്പൊ ഇത് ട്രിപ്പ് ഇറിഗേഷൻ നടത്തൂലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ ഇതിന്റെ ടോപ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബോട്ടിൽ ഏതെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. എന്തെങ്കിലും നമ്മള് എന്തെങ്കിലും വാങ്ങൂലേ, മരന്റെയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബോട്ടിൽ ഉണ്ടാവൂലേ, അതിന്റെ എന്തെങ്കിലും ഒഴിഞ്ഞ കുപ്പി ഉണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെടിയിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളം കിട്ടാണ്ടാവൂല. അപ്പൊ ഞാൻ 2 വാങ്ങി നോക്കിയതാണ്. അപ്പൊ സംഭവം കൊള്ളാം. ഇതുപോലെ ചെടിയിൽ കുത്തി കൊടുത്താൽ മതി. ഇനിയിപ്പോ 3-4 കൂടി വാങ്ങണമെന്നുണ്ട്. അപ്പൊ വേനൽ സമയത്ത്, ഇപ്പം മഴയായതുകൊണ്ട് കുഴപ്പമില്ല, വേനലാവുന്ന സമയത്ത് നമുക്ക് നല്ല ഉപകാരമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ചെടികൾക്ക് വെള്ളം കിട്ടും. 2 ദിവസത്തേക്കെല്ലാം വെള്ളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ആവുമ്പോൾ നമുക്കിതില് ബോട്ടിൽ നിറച്ചിട്ട് ഇതിങ്ങനെ ചെടിയിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടി വാടിപ്പോവോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇത് 2 ഞാൻ വാങ്ങിയിട്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വാൾ സ്റ്റോറേജ് ഹൂക്കാണ് കേട്ടോ. നമ്മൾ എന്തില്ലെങ്കിലും വയർ ഉണ്ടാവൂലേ, അപ്പൊ അതൊക്കെ ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളുത്തി വെക്കാം. നമ്മള് മതിൽ ചുമരിന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് എവിടെയെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കൊളുത്തി വെക്കണം. വയറ് ഉപയോഗിക്കാണ്ട് നമ്മള് ഒരു പിന്നിൽ തന്നെ 2-3 വയറ് യൂസ് ചെയ്യൂലേ, അപ്പൊ അത് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചതുണ്ടെങ്കിൽ അത് കൊളുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ആവശ്യമായതുകൊണ്ട് വാങ്ങിയതാണ്. ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. ഇത് ഞാൻ 5 വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഇത് എവിടുന്നാ വാങ്ങണ്ടതെന്നല്ലേ. പിന്നെ ഇത് ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൊരു ഹായ് അയച്ചാൽ മതി. അപ്പൊ അവരതിന്റെ കാറ്റലോഗ് മുഴുവനായിട്ട് കാണിച്ചു തരും. അപ്പൊ ചെറിയ പൈസയുള്ളൂ കേട്ടോ. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാം. ഞാൻ ഇത് പ്രൊമോഷനായിട്ടൊന്നുമല്ല ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങും. എല്ലാത്തിനും ചെറിയ ചെറിയ പൈസയുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിന്നൊക്കെ ഒരുപാട് സാധനം ഞങ്ങൾ വാങ്ങിയതാണ്. ഇതിനൊക്കെ നല്ല റേറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്ന് കണ്ടപ്പോ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാത്തിനും ചെറിയ വിലയാണ് കേട്ടോ. പിന്നെയും വാങ്ങണമെന്നുണ്ട്. നമ്മൾ പിന്നെ ചെറിയ ചെറിയ സാധനം കുറെ എടുക്കുമ്പോൾ എന്തായാലും ഒരുപാട് പൈസയാവും. അപ്പൊ നമ്മൾ കുറച്ച് ആവശ്യമുള്ളത് കുറച്ചായിട്ട് വാങ്ങാം. ഇതിനെല്ലാത്തിനും കൂടി എനിക്കായത് 1171 രൂപയാണ് കേട്ടോ. നല്ല കണ്ടെയ്നറും ബോക്സും കാര്യം എല്ലാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കോളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലിയിൽ എന്നെയും കൂടി ഒരു അംഗമാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.